Hi everyone, this is Jebin Say from Evika. പുതിയൊരു ഐഫോൺ എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന ടെൻഷനാണ് പഴയ ഐഫോണിലെ എല്ലാ ഡാറ്റാസും, അതായത് നമ്മുടെ സിം ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, കോണ്ടാക്ട്സ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പുതിയ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ആ ഓരോ സ്റ്റെപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫുൾ ആയിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. iPhone 13 ആണ് നമുക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിവൈസ് എന്ന് പറയുന്നത്. iPhone 16 Pro Maxലേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കേണ്ടത്. സോ ആദ്യത്തെ ഇനീഷ്യൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന iPhone 16 Pro Max ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് എടുത്തു. ഞാനിവിടെ ഏറ്റവും പൊക്കത്തേക്ക് പോയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്തു. സെറ്റ് ഇൻ ലാംഗ്വേജ് വന്നിട്ടുണ്ട്. സെറ്റ് ഇൻ ലാംഗ്വേജ് ചെയ്യുമ്പോഴത്തേക്കും അപ്പിയറൻസ് വരുന്നുണ്ട്. നമുക്ക് ഡിഫോൾട്ട്, മീഡിയം ആൻഡ് ലാർജ് ഉണ്ട്. ഇത് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ഡിഫോൾട്ട് തന്നെ സെറ്റ് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ ക്വിക്ക്ലി സെറ്റപ്പ് ഐഫോൺ എന്നുണ്ട്. ഞാൻ ഇവിടെയാണ് എൻ്റെ ആ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോൺ എടുക്കുന്നത്. എനിക്കിവിടെ ഓൾറെഡി ആ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്, സെറ്റപ്പ് ന്യൂ ഐഫോൺ ഉണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഫേസ് ഐ ഡി ചോദിക്കുന്നുണ്ട്, ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്തു. ഇവിടെ ഇനിയാണ് നമുക്ക് പ്രോംപ്റ്റുകൾ വരുന്നത്. സെയിം വൈഫൈ നെറ്റ്വർക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, 13 ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 16 Pro Maxൽ വന്ന ആ ഒരു യുണീക്ക് QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. വെയിറ്റിംഗ് ഫോർ അനദർ ഐഫോൺ എന്നുകൊണ്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ഐഫോണിലേക്ക് ആ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണ്ടിയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് സെറ്റപ്പ് ഫോർ മീ എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ 16 Proയിൽ അടിക്കേണ്ടത് എൻ്റെ iPhone 13 പാസ്കോഡാണ്. ആ ഒരു പാസ്കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ സെറ്റിംഗ് യുവർ ഐഫോൺ എന്നൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. മേക്ക് ഷുവർ രണ്ട് ഡിവൈസും സെയിം വൈഫൈയിൽ തന്നെയാണ് ഉറപ്പ് വരുത്തണം. അല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡിവൈസ് ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിവൈസ് ഓട്ടോമാറ്റിക്കലി തന്നെ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ രണ്ട് ഡിവൈസിനെയും പവർ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും പ്ലഗ് ഇൻ ചെയ്യുക. നമുക്ക് 16 Pro ഒന്ന് പ്ലഗ് ചെയ്യാം. നമുക്ക് ചാർജറിൽ കണക്ട് ചെയ്യാം. ഇത് ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 13 കണക്ട് ചെയ്യാം ചാർജറിലേക്ക്. അതും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർജ് കയറുന്നുണ്ട്. ഇനി 16 Proയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ വൈഫൈ കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ ഇറ്റ് മേ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ടു ആക്ടിവേറ്റ് യുവർ ഐഫോൺ എന്ന പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആ എല്ലാ കാര്യങ്ങളും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇനീഷ്യൽ സെറ്റപ്പാണ്. ഇവിടെ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ടായിട്ടില്ല. നിങ്ങളുടെ ആപ്പിൾ ഐ ഡിയുടെ ബാക്കി കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിം ഉണ്ടെങ്കിൽ സിം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ഫോൺ നമ്പർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം സെറ്റപ്പ് റിലേറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഞാനിവിടെ സെറ്റപ്പ് ലേറ്റർ കൊടുക്കുകയാണ്. സെറ്റപ്പ് ലേറ്റർ കൊടുത്തു. പ്രൈവസി ആൻഡ് ഡാറ്റയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഫേസ് ഐ ഡി ചോദിക്കുന്നുണ്ട്. ഞാൻ സെറ്റപ്പ് ലേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ടൈം കാണിക്കുന്നത് 10 to 15 മിനിറ്റ്സ് ആണ്. നിങ്ങളുടെ വൈഫൈയുടെ സ്ട്രെങ്ത്തും സ്പീഡും അനുസരിച്ച് ഈ പറഞ്ഞ ടൈം വേരി ചെയ്യാനുള്ള കാര്യമുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ സെറ്റിംഗ് യുവർ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്ന ആ ഒരു ഇനീഷ്യൽ പ്രോംപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് നേരം ഈ പറഞ്ഞ രണ്ട് ഡിവൈസും തമ്മിൽ മാക്സിമം അടുത്ത് വെക്കുക. ഈ പറയുന്ന പുതിയ ഐഫോണിലേക്കുള്ള ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടാണ് നിങ്ങൾ കണ്ട ആപ്പിൾ ഐ ഡി എന്ന് പറയുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പുതിയ ആനിമേഷനിൽ നിങ്ങളുടെ ആപ്പിൾ ഐ ഡി സൈൻ ഇൻ ചെയ്യുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും മേക്ക് ദിസ് യുവർ ന്യൂ ഐഫോൺ എന്ന പ്രോംപ്റ്റിൽ ആപ്സ് ആൻഡ് ഡാറ്റ, സെറ്റിംഗ്സ്, കണക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ആപ്സ് ആൻഡ് ഡാറ്റയിൽ
എല്ലാ ആപ്ലിക്കേഷൻസും ട്രാൻസ്ഫർ ആവും. സെറ്റിങ്സിൽ സ്ക്രീൻ ടൈമും ആപ്പ് അനലിറ്റിക്സും എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതോടൊപ്പം കണക്ഷനിൽ ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ആപ്പിൾ വാച്ചിൻ്റെ കണക്ഷൻസും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ട്രാൻസ്ഫർ ആവുന്നുള്ള ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാറ്റാനോ കസ്റ്റമൈസ് ചെയ്യാണെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ആവണം. പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് എല്ലാം അടിമുടിയാണ് ചേഞ്ച് ആവേണ്ടത്. ഇവിടെ ലൊക്കേഷൻ സർവീസ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ സർവീസിലാണ് നമുക്ക് ഈ പറയുന്ന ഫൈൻഡ് മൈയും ബാക്കിയെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുക. ആപ്പിൾ കാർഡിൻ്റെ ഈ ഒരു കാര്യം ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുത്തു. ഇവിടെ ലോഡിങ്ങിൻ്റെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇവിടെ ഐക്ലൗഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഐക്ലൗഡ് ബാക്കപ്പും ബാക്കി കാര്യം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എടുക്കാം. ഞാനിത് ചെയ്യുന്നത് ഐക്ലൗഡ് ബാക്കപ്പ് അല്ല, അതിന് പകരം വൈഫൈ ട്രാൻസ്ഫർ മൈഗ്രേഷനാണ്. ഞാനിവിടെ നോട്ട് നൗ കൊടുത്തു. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള കാര്യം. ഇവിടെ ആപ്പിൾ ഇൻ്റലിജൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ ലേറ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുത്തു. ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ എന്നാണ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. കാരണം ഇത് പുതിയ ഡിവൈസിൽ ഈ ഒരു ക്യാമറ കൺട്രോൾ ഉണ്ട്. കണ്ടിന്യൂ കൊടുത്തു. അതോടൊപ്പം ആക്ഷൻ ബട്ടൺ വന്നു, അതും ഞാൻ കസ്റ്റമൈസ് ചെയ്തു. ഇവിടെ സൈലൻറ്റ് മോഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിവിടെ ലോഡിങ് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. സിറി എനേബിൾ ചെയ്യാനുള്ള ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ സെറ്റപ്പ് ലേറ്റർ കൊടുക്കുകയാണ്. കാരണം ഈ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സുകൾ വലുതായിക്കൊണ്ടിരിക്കും. ഈ എല്ലാ കാര്യങ്ങളും സിറി ആണെങ്കിലും ആപ്പിൾ ഇൻ്റലിജൻസ് ആണെങ്കിലും നമുക്ക് ഡിവൈസ് ബൂട്ടപ്പായി കഴിഞ്ഞതിന് ശേഷം സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അത് ഒരു ഈസി സ്റ്റെപ്പാണ്. ഞാനിവിടെ എമർജൻസി SOS കണ്ടിന്യൂ കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ iPhone 16 Pro Maxൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പഴയ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ പഴയ ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഐഫോൺ നിയർ ബൈ ആയിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പവറും കൊടുക്കാനും പറയുന്നുണ്ട്. രണ്ട് ഡിവൈസും ഇപ്പോൾ പവർ ചെയ്തിട്ടുണ്ട്, അതായത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ഡിവൈസും നമുക്ക് ഒരുമിച്ച് വെക്കാം. മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ആവുന്നതാണ് എൻ്റെ വിശ്വാസം. One eternity later. ആൻഡ് ഫൈനലി നമ്മുടെ അപ്ഡേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഹലോ സ്ക്രീൻ നമ്മുടെ iPhone 16 വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യാം. ഇവിടെ നേരത്തെ നമ്മുടെ പഴയ ഐഫോണിൻ്റെ പാസ്കോഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും റീസ്റ്റോർ കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഫേസ് ID ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സെറ്റപ്പ് സെല്ലാർ എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പഴയ ഫോണിൽ നിന്നുള്ള eSIM ട്രാൻസ്ഫർ ആണെങ്കിൽ ഇവിടെ ചെയ്യാം. ഞാനിവിടെ സെറ്റപ്പ് ലേറ്റർ കൊടുക്കുകയാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്, അതും ഞാൻ സെറ്റപ്പ് ലേറ്റർ കൊടുത്തു. ഇനി കുറച്ചധികം പ്രോംപ്റ്റ്സുകൾ മാത്രമായിരിക്കും നമ്മുടെ പുതിയ ഐഫോണിലേക്കുള്ള വെൽക്കം സ്ക്രീൻ എന്ന് പറയുക. നോക്കുമ്പോൾ മനസ്സിലാവും വെൽക്കം ടു ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ iPhone 13 എല്ലാ ആപ്സും ഡാറ്റാസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ആപ്ലിക്കേഷൻസും ജസ്റ്റ് വെയിറ്റിങ്ങിലാണ്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും വൈഫൈയുടെ യൂസും അതേപോലെ അതിൻ്റെ സ്പീഡും അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവും. നിങ്ങളുടെ ഫോട്ടോസും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evin Sevia signing from Evika.